നമസ്കാരം. വനമാലിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ പുണ്യമായ വൈശാഖ മാസം ആരംഭിക്കുകയാണ്. ചാന്ദ്രമാസങ്ങളിൽ ആദ്യ മാസമായ ചൈത്രമാസം കഴിഞ്ഞാൽ പിന്നീട് വരുന്നതാണ് വൈശാഖം. ചൈത്ര വൈശാഖ മാസങ്ങളിലായാണ് വസന്ത ഋതു വരുന്നത്. ഋതുക്കളിൽ അതിശ്രേഷ്ഠമാണ് വസന്ത ഋതു. പ്രകൃതി ഏറ്റവും മനോഹരമായി പൂത്തുലഞ്ഞു നിൽക്കുന്ന സമയം. പുരാണങ്ങളനുസരിച്ച് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് വൈശാഖ മാസം എന്നാണ് പറയുന്നത്. വിഷ്ണു ഭജനത്തിന് വിശിഷ്ടമായി പറയുന്ന കാർത്തിക മാസത്തെക്കാളും മാഘമാസത്തെക്കാളും വിശേഷപ്പെട്ടതാണത്രേ വൈശാഖ മാസം. പത്മപുരാണത്തിലാണ് ഇതിനെക്കുറിച്ച് കാര്യമായി വർണ്ണിച്ചിട്ടുള്ളത്. ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിലുണ്ടാകുന്ന സമയമാണ് വൈശാഖ മാസം എന്നാണ് നമ്മുടെ വിശ്വാസം. മഹാവിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ മാധവന്റെ ഏറ്റവും പ്രിയപ്പെട്ട മാസമായതുകൊണ്ടാവാം ഈ മാസത്തെ മാധവ മാസം എന്നും വിളിക്കാറുണ്ട്. സ്നാനദാന ജപങ്ങൾക്കാണ് ഈ മാസം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. വൈശാഖ മാസത്തിൽ നാം അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾക്ക് അല്ലെങ്കിൽ കർമ്മങ്ങൾക്ക് പതിന്മടങ്ങ് എന്ന് പറഞ്ഞാൽ പോരാൻ തോന്നുന്നു, എത്രയോ ഇരട്ടി ഫലമാണ് ലഭിക്കുക എന്നാണ് കരുതുന്നത്. ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയ ദിവസമാണ്, അതായത് അക്ഷയ തൃതീയയുടെ അന്നാണത്രേ പരശുരാമനും ബലരാമനും അവതരിച്ചത്. ഈ അക്ഷയ തൃതീയ എന്നുള്ളത് പൊതുവെ വളരെ പ്രസിദ്ധമാണ്. അക്ഷയ തൃതീയയ്ക്ക് സ്വർണ്ണം എടുക്കുക, വെള്ളി എടുക്കുക എന്നൊക്കെയാണ് പൊതുവെ എല്ലാവരും പറയുക. അതല്ല, അന്ന് ദാനത്തിനാണ് പ്രാധാന്യം. ഈ അക്ഷയ തൃതീയ എന്ന് പറയാൻ കാരണം അന്ന് ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അക്ഷയമായിരിക്കും, ക്ഷയിക്കാത്തതായിരിക്കും. അതായത് അതിൻ്റെ ഫലം നശിക്കില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് അന്ന് ദാനധർമാദികൾ ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ നരസിംഹാവതാരം ഉണ്ടായിരിക്കുന്നത് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ചതുർദശി തിഥിയിലാണ്. ഇങ്ങനെ മഹാവിഷ്ണുവിൻ്റെ തന്നെ ഈ 3 അവതാരങ്ങളും ഉണ്ടായിരിക്കുന്നത് ഈ വൈശാഖ മാസത്തിലാണ്. അതുപോലെ ഈ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ സപ്തമി തിഥിക്കാണ് ഗംഗാസപ്തമി ആഘോഷിക്കുന്നത്. ഈ ഗംഗാസപ്തമി എന്നുള്ളത് കേരളത്തിൽ അത്ര പ്രചാരത്തിലില്ല എന്ന് തോന്നുന്നു. പണ്ട് ജഹ്നു മഹർഷി ദേഷ്യം വന്ന് ഗംഗാദേവിയെ പാനം ചെയ്ത് ചെവിയിലൂടെ പുറത്തേക്ക് വിട്ടത് വൈശാഖ മാസത്തിലെ ഈ സപ്തമി തിഥിയിലാണ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ജഹ്നു മഹർഷിയുടെ ചെവിയിലൂടെ പുറത്തു വന്നത് കൊണ്ടാണല്ലോ ഗംഗാദേവിക്ക് ജാഹ്നവി എന്ന പേര് വന്നത്. അതുകൊണ്ട് ഈ ദിവസം ഗംഗാസ്നാനം ചെയ്ത് പൂജ ചെയ്താൽ സർവ്വ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നാണ് പറയുന്നത്. സ്നാനം ചെയ്യുക എന്ന് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ വൈശാഖ മാസത്തിൽ രാവിലെ 6 നാഴിക പുലരുന്നത് വരെ സകല തീർത്ഥങ്ങളിലെയും സാന്നിധ്യം ഈ ജലാശയങ്ങളിലൊക്കെ ഉണ്ടാകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അതിരാവിലെയുള്ള സ്നാനം തീർത്ഥസ്നാനത്തിൻ്റെ ഫലം നൽകും എന്നാണ് മറ്റൊരു വിശ്വാസം. ത്രേതായുഗം ആരംഭിച്ചത് ഈ വൈശാഖ മാസത്തിലാണ് എന്നൊരു വൈശിഷ്ട്യം കൂടി ഈ വൈശാഖത്തിനുണ്ട്. അതുപോലെ തന്നെ ഈ വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥിയിലാണ് സീതാദേവി അവതരിച്ചത് എന്നൊരു പ്രാധാന്യം കൂടി ഈ മാസത്തിനുണ്ട്. അതുപോലെ ഗൗതമ ബുദ്ധന്റെ ജന്മദിനമായ ബുദ്ധപൂർണിമ എന്ന് പ്രസിദ്ധമായ ദിവസം വൈശാഖ മാസത്തിലെ പൗർണമിയാണ്. ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ജന്മദിനമാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പഞ്ചമി തിഥി. ചാർധാം എന്ന് പ്രസിദ്ധമായ 4 ധാമങ്ങളിൽ ഒന്നായ ബദരീനാഥ് തുറക്കുന്നത് ഈ വൈശാഖ മാസത്തിലെ അക്ഷയ തൃതീയയുടെ അന്നാണ്. അതുപോലെ പല സ്ഥലങ്ങളിലും ഈ വൈശാഖ മാസത്തിൽ സൂര്യനാരായണ പൂജയ്ക്കും വലിയ പ്രാധാന്യം നൽകാറുണ്ട്. അതുപോലെ വൈശാഖ മാസത്തിലെ അമാവാസി ദിനത്തിൽ വടവൃക്ഷത്തിനെ ആരാധിക്കുക, അതായത് ആൽമരത്തിനെ ആരാധിക്കുന്നതും വിശേഷമായി കരുതുന്നു. തമിഴ്നാട് ഭാഗങ്ങളിൽ ഈ വൈശാഖത്തിലെ പൗർണമി ദിനത്തിൽ സുബ്രഹ്മണ്യന് പ്രാധാന്യം നൽകി ആരാധിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ അത്യുത്തമമായി പറയപ്പെടുന്ന നാളെ ആരംഭിക്കുന്ന ഈ വൈശാഖ മാസ പുണ്യകാലത്തിൽ സ്നാന ജപ ദാന ധർമാദി പുണ്യകർമ്മങ്ങളാൽ ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് പാത്രീഭൂതരാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം.